വൃക്ക നൽകുന്ന ഒരാളെ കുറിച്ചാണ്. അത് ഇപ്പോൾ ശസ്ത്രക്രിയ അവർക്ക് എത്രത്തോളം അപകടകരമാണ്? അതുപോലെ തന്നെ ഒരു വൃക്കയുമായിട്ട് ഒരു സാധാരണ ജീവിതം ഒരാൾക്ക് നയിക്കാനാകുമോ? വൃക്ക കൊടുത്ത ഒരാൾ, നമ്മള് വൃക്ക കൊടുക്കാൻ വിചാരിച്ച ഒരാൾ, നമ്മൾ അതിന് മുന്നേ തന്നെ ഈ കൊടുക്കാൻ വിചാരിച്ച ആൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. അവർക്ക് പ്രമേഹമുണ്ടോ, ബ്ലഡ് പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അവർക്ക് കുറച്ച് ഒബീസിറ്റി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, കല്ലിന്റെ അസുഖം ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ ചെക്ക് ചെയ്യും. അതിന് പുറമെ ഇവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം, മറ്റ് കാര്യങ്ങളെല്ലാം നോക്കും. ഇതിനുശേഷം ഇതെല്ലാം നോർമൽ ആയിട്ടാണ് ഉള്ളതെങ്കിൽ പിന്നെ ഇവർക്ക് വൃക്ക കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. സാധാരണ രീതി ഒരാൾക്ക് ജീവിക്കാൻ ഒരൊറ്റ കിഡ്നി മാത്രം മതി. അത് വെച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ ആള് അതായത് ഓപ്പറേഷൻ ഒരു 1-2 ആഴ്ച, ഓപ്പറേഷന്റെ സമയത്ത് ഒരു 1-2 ആഴ്ച റെസ്റ്റ് വേണ്ടി വരും. അതിനുശേഷം ഒരു സാധാരണ ജീവിതം തന്നെയാണ് നയിക്കുന്നത്. ഒരു വർഷത്തിൽ അവർക്ക് പിന്നെ ചെക്കപ്പ് ചെയ്ത് നോക്കേണ്ടി വരും. അതായത് കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്, മൂത്രത്തിൽ പ്രോട്ടീന്റെ അളവ് കൂടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു വർഷത്തിൽ ഇടയ്ക്ക് നോക്കേണ്ടി വരും. പിന്നീട് അവരോട് പറയുന്നത് ഇടയ്ക്ക് വർഷത്തിൽ ബ്ലഡ് പ്രഷർ നോക്കാനും, അതിന് പുറമെ പുകവലി ഒഴിവാക്കുക, വെയിറ്റ് കൂടുന്നത്, അതായത് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൃക്കദാതാവിന് ജീവിതകാലം മൊത്തം ഒരു ബുദ്ധിമുട്ടും അത് കാരണം ഉണ്ടാകുന്നില്ല.